4 പച്ചമുളക് എടുക്കാനുണ്ടോ? എങ്കിൽ നമുക്കൊരു അസല് കറി ഉണ്ടാക്കിയാലോ? ആന്നേ, 4 പച്ചമുളക് മതി. എങ്കിൽ നല്ല എരിവും പുളിയുള്ള ഒരു കറി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. റെസിപ്പി കാണണ്ടേ? വായോ. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെക്കണം. ഇനി ഇതിന് എന്തൊക്കെ വേണമെന്ന് കാണിച്ചു തരാം. കറിവേപ്പില, 4 പച്ചമുളക്, 4 കൊച്ചുള്ളി, ഒരു ചെറിയ കഷ്ണം കായം. ഇത്രയും മതി ഈ കറി ഉണ്ടാക്കാൻ. ഇനി ഒരു പാത്രം എടുത്ത് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട പുളി നല്ലപോലെ പിഴിഞ്ഞ വെള്ളവും കറിക്ക് ആവശ്യമായ വെള്ളവും ചേർത്ത് ഒഴിക്കണം. എടുത്തു വെച്ച പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇതിൻ്റെ കൂടെ ഇടണം. കൂടെ ആ കായത്തിൻ്റെ കുഞ്ഞു കഷ്ണം കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കണം. 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം. ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ടത്. ഇനി നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യണം. ഹൈ ഫ്ലെയിം വെച്ച് കറി നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. കറി റെഡിയായി. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി താളിക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ച് അത് ചൂടാവുമ്പോൾ കടുകിട്ട് പൊട്ടിക്കണം. വട്ടത്തിലരിഞ്ഞ കൊച്ചുള്ളി ചേർത്ത് നല്ലപോലെ വഴറ്റണം. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ ചൂടാകുമ്പോൾ നേരെ നമ്മുടെ കറിയിലോട്ട് ഒഴിക്കണം. കറി റെഡിയായി. സിമ്പിളല്ലേ? എത്ര പെട്ടെന്ന് നമ്മൾ കറി ഉണ്ടാക്കി നോക്കിയേ. ഇനി മേമ്പൊടിക്കായി അല്പം കായപ്പൊടിയും കൂടെ തൂക്കിയാൽ കറി സെറ്റ്. അപ്പോൾ ഇനി പച്ചക്കറി ഒന്നും ഇല്ലെങ്കിൽ വിഷമിക്കണ്ട. ഈ 4 പച്ചമുളക് എടുത്ത് നമുക്ക് ഇതുപോലൊരു കറി നമുക്ക് ഉണ്ടാക്കാം. അതും വളരെ പെട്ടെന്ന്. ഇതിൻ്റെ കൂടെ ഒരു പപ്പടം വറുത്തതോ മുളക് വറുത്തതോ ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.